സംസ്ഥാനത്ത് SIR നടപടികൾ രണ്ടാം ഘട്ടത്തിലേക്ക്. എന്യൂമറേഷൻ ഫോം വിതരണം താൽക്കാലികമായി നിർത്തി. ഫോമുകൾ തിരികെ വാങ്ങുന്ന നടപടികൾക്ക് മുൻതൂക്കം നൽകും. കൂടുതൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ നിയമിക്കാൻ നീക്കം. പിന്തുണ തേടി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കത്തയച്ചു. താൽക്കാലികമായി കൂടി ജോലിഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂടുതൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ കൂടുതൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കും. അതായത് ഫോം നൽകുന്ന ജോലി, അതായത് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്ന നടപടി ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 97% മുകളിലെത്തി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബൂത്ത് ലെവൽ ഏജന്റുമാരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിരിക്കും എപ്പോഴും ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർ. അവരെ വിവിധ ഘട്ടങ്ങളിൽ നിയമിക്കാം. ഒരു ബൂത്ത് ലെവൽ ഏജന്റിന് 50 ഫോം ഒരു ദിവസം തിരികെ കളക്ട് ചെയ്യാം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ, ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച് ഓരോ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ചുമതലയ്ക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജോലിഭാരം കുറച്ച് കുറയും. കൂടുതൽ ജോലി എന്ന് പറയുന്നത് അത് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാരിലേക്ക് വരികയും ചെയ്യും. എന്തായാലും ആ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കടുത്ത പ്രതിഷേധങ്ങൾ, ഒപ്പം ഒരാളുടെ ആത്മഹത്യ, അനീഷ് ജോർജിന്റെ ആത്മഹത്യയെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ചില അവ്യക്തതകളും ചില നടപടിക്രമങ്ങൾ എങ്ങനെയെങ്കിലും തീർത്ത് മുന്നോട്ട് പോകാം എന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ SIRന്റെ ഒരു ലക്ഷ്യം തന്നെ അത് തന്നെ അവതാളത്തിലാകും. ആ സാഹചര്യത്തിൽ കൂടിയാണ് അത് കൂടുതൽ ലഘൂകരിക്കാൻ വേണ്ടി ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഫോം തിരികെ വാങ്ങുന്ന നടപടിക്രമങ്ങളിലേക്ക് അടക്കം ഓരോ ഏജന്റിന് 50 ഫോം വരെ തിരികെ വാങ്ങി ബൂത്ത് ലെവൽ ഓഫീസർക്ക് കൈമാറാൻ കഴിയും.